ലേൺ ടു സ്പീക്ക് അറബിക് ഈസിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അറബി ഭാഷ പഠിക്കുമ്പോൾ അതിൻ്റെ ബേസ് കൃത്യമല്ലെങ്കിൽ പല ആശയക്കുഴപ്പങ്ങൾക്കും കാരണമാകും. അതിനുള്ള പോർഷൻസാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുമ്പായി സൂറത്ത് യൂസുഫിലെ ആയത്ത് ശ്രദ്ധിക്കുക. ഇതിൽ ധാരാളം വ്യാഖ്യാനങ്ങൾ അറബി ഭാഷയിൽ കണ്ടെത്തുവാൻ സാധിക്കും. ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അനാ വമനിത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അനാ മിനൽ മുശ്രികീൻ. കുൽ, നബി പറയുക, ഇതാണ് എൻ്റെ മാർഗം. ദൃഢബോധ്യത്തോടുകൂടി അള്ളാഹുലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഞാനും എന്നെ പിൻപറ്റി വരും. അള്ളാഹു എത്ര പരിശുദ്ധൻ. ഞാൻ അവനോട് പങ്കുചേർക്കുന്ന കൂട്ടത്തിലല്ല തന്നെ. ഇതുമായി ബന്ധപ്പെട്ട് ഒരായത്തും കൂടിയുണ്ട്. വമാ യുഅ്മിനു അക്സറഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അവനോട് മറ്റുള്ളവരെ പങ്കു ചേർക്കുന്നവരായിക്കൊണ്ട് മാത്രമാണ്. എത്ര ഖണ്ഡിതമായ തെളിവുകൾ ലഭിച്ചാലും ദിവ്യ സന്ദേശത്തെ നിഷേധിക്കാനുള്ള പ്രവണതയാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും കാണിക്കുന്നത്. പൈശാചികമായ പ്രലോഭനങ്ങളെ അതിജയിക്കാനുള്ള മനക്കരുത്തില്ലാത്തതത്രേ ഇതിനു കാരണം. നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അറബി ഭാഷയിൽ സെൻറ്റൻസിന് പറയുന്ന പേരാണ് ജുംല. ജുംല ഇസ്മിയുണ്ട്, ജുംല ഫീലിയുണ്ട്. നമുക്ക് സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. എക്സാമ്പിൾ ശ്രദ്ധിക്കുക. അൽ കലമു ജമീലുൻ. അൽ കലമു എന്ന് പറയുന്നത് മാരിഫയാണ്. ജമീലുൻ ഭംഗിയുള്ളത്. അഹ്തൈതു കലമൻ ജമീലുൻ. അഹ്തൈതു എന്ന് പറയുന്നത് ഞാൻ നൽകി. ഖതബ്തു ഞാൻ എഴുതി. ബി കലമിൻ ജമീലുൻ. ബി കലമിൻ പേന കൊണ്ട്. അറബി ഭാഷയിൽ വവ്വൽസാണ് ഫത്ഹ്, കസർ, ലമ്മ, സൈലൻ്റായിട്ട് പ്രയോഗിക്കുന്ന സുക്കൂനും. അക്ഷരങ്ങൾക്ക് സൗണ്ട് കൊടുക്കുന്ന ചിഹ്നങ്ങളാണ് ഈ പറഞ്ഞ ഫത്ഹ്, കസർ, ലമ്മ് കൂടാതെ സുക്കൂന്. ഇത് സൈലൻ്റായിട്ടാണ് ഈ സുക്കൂന് പ്രയോഗിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷ പോലെ തന്നെ അറബി ഭാഷയിൽ നൗണുകളുണ്ട്. അതിന് പറയുന്ന പേരാണ് നക്കീറ, മാരിഫ. മാരിഫ എന്ന് പറയുന്നത് ഡെഫിനിറ്റ്, നക്കീറ എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ്. മാരിഫയുടെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അൽ കിതാബ്. അൽ കിതാബ് അലിഫ്ലാം ചേർത്തിട്ടാണ് കിതാബ് പ്രയോഗിക്കുന്നത്. അതാണ് മാരിഫ, ദി ബുക്ക്. ഇൻഡെഫിനിറ്റ് ആകുമ്പോൾ, നക്കിറി ആകുമ്പോൾ കിതാബിൻ. അത്രയേ ഉള്ളൂ. എ ബുക്ക്. ലമ്മിൻ്റെ വേറൊരു പേരാണ് റഫ്. അതിന് അറബിയിൽ പറയുന്നതാണ് മർഫൂ. മർഫൂ. കലമിൻ്റെ മേലെ ലമ്മുണ്ടെങ്കിൽ കലമുൻ മർഫൂൻ എന്നാണ് പറയുക. ലമ്മ് മാറ്റി റഫ് പ്രയോഗിക്കുക. ഫതഹിന് നസ്ബ് എന്നാണ് പറയേണ്ടത്. കലമൻ എന്ന് പറയുമ്പോൾ കലമു മൻസൂബാണ് എന്നാണ് പറയുക. ഇസ്മു മൻസൂബ്. കലമൻ എന്ന് പറയുമ്പോൾ നസ്ബാണ് ഇട്ടിട്ടുള്ളത്. അതിന് ഇസ്മു മൻസൂബ് എന്ന് പറയാം. അറബിയിൽ കസറിന് ജറ് എന്നാണ് പറയുക. അതിന് മജ്റൂർ എന്നും പറയും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റിപ്പീറ്റഡായി പഴയ പോർഷൻസൊക്കെ കേൾക്കുക. തുടർന്നും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.